അവനെന്തേ? കുറെ നേരമായില്ല ഒരു തോർത്തെടുത്തൊന്ന് നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്നിങ്ങനെ പോയി കുളിക്കുവോ? അമ്മയ്ക്ക് എന്താണ്, ഞാൻ പോയി കുളിച്ചോളാ. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അപ്പൊ നീ എന്നെക്കാട്ടും മുന്നേ തോർത്തിട്ട് നടക്കാൻ തുടങ്ങിയതല്ലേ, നീ ഇതിനോട്ടും കുളിച്ചില്ല? ഒന്നുകൂടാ ചേട്ടാ, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. എന്നാലേ പോയി കുളി. നീ ഇപ്പൊ എന്നെ അടിച്ച അതേടാ, നീ എന്നെ തല്ലല്ലേടാ ചേട്ടാ. കുളിക്കൂലടാ, മര്യാദക്ക് പോയി കുളിക്കടാ, അതേ നിക്കർ ഊരിക്കളയും. ഓ, നിക്കർ ഊരാൻ വരുമ്പോ ഞാൻ അങ്ങ് നിന്ന് തരാം. താൻ പോടും നിന്നെ കാണിച്ചരാടാ. അങ്ങനെ ഇപ്പൊ നീ മാത്രം കുളിക്കാതിരിക്കണ്ടടാ അച്ചു. നിനക്കെന്താ പയ്യേ കുറെ നേരം തുടങ്ങിട്ട്? അമ്മ എന്താടാ? അക്കനോട് മര്യാദക്ക് ഇരിക്കാൻ പറ. നിർത്തിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നാറിയിട്ട് വയ്യ, കുളിക്കടാ പോയി. ഓ, ഞാൻ കുളിച്ചോളാം, അതിന് നീ കുളിച്ചാ. ഇവിടെ എന്താണ് പ്രശ്നം? അതിന് നീ ഏതാ? ഞാൻ ഏതാണെന്നാ? 2 മിനിറ്റത്തേക്കൊന്നും തൂറാൻ പോയി വന്നപ്പോഴത്തേക്കും നിങ്ങളൊക്കെ എന്നെ മറന്നാ? എന്തുവാടാ പറയുന്നേട്ടാ? നിങ്ങളൊക്കെ ഏതാണ് പോവാത്ത പോലെ? ഓ, നീയൊക്കെ വാ തുറന്ന തീട്ട വർത്താനം മാത്രമേ പറയൂ. അച്ഛൻ അതിനെക്കാളും വലുത്. നോ നിമ്മി, ഞാൻ ഡീസന്റ് ആണ്. ഇവന്മാരെ പോലെ എനിക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല, ഞാൻ പോയി കുളിക്കട്ടെ. അല്ല നീ എങ്ങോട്ട് തന്നെ? ഞാനോണ്ട് കുളിക്കാൻ. എന്തിനീ? ഫോർ സേവിങ് വാട്ടർ, കേട്ടിട്ടില്ലേ? അധികം വാട്ടർ സേവ് ചെയ്യണ്ട. വാട്ടർ സേവ് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്റെ ചരിത്രം പോയേനെ. എന്തോന്ന് ചരിത്രോ? ചാരിത്രം ചരിത്രമാറ്റ ദൈവമേ, മലയാളം അറിയില്ല. എന്ത് കിണ്ടിയായാലും എന്താ, ഞാൻ അത് തന്നെ ഉദ്ദേശിച്ച. ഇത്ര ചിരിക്കാനൊന്നുമില്ല. എനിക്ക് നിന്റെ ചരിത്രങ്ങൾ തന്നെ ആവശ്യമൊന്നുമില്ല. എന്തായാലും എന്താ, ഞാൻ പോയി കിടന്നുറങ്ങാൻ പോണം. ഉറങ്ങാൻ പോണെന്നോ? അപ്പൊ ഇന്ന് ഒറ്റണത്തിന് കുളിയും നനയില്ലെന്ന് സാരം. കുളിയും നനയില്ലാത്ത നാറിയ കുടുംബം. അല്ല, ഇങ്ങേര് കുളിച്ചോ? ഇല്ല. കിടക്കാൻ കേട്ടാ, കിടത്താൻ ഞാൻ. നോ നിമ്മി, അങ്ങനെ പറയല്ലേ. അച്ഛനെ വീണ്ടും കിട്ടി. ഓടാ പോടാ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. അച്ഛൻ എന്തും പുറത്താടല്ലേ. നീ ഇതെവിടെ നിന്ന് പൊട്ടി മുളച്ചു വന്നടാ? നീ കിടക്കാൻ പോയതല്ലേ? ചേടാ, ഞാനൊന്നും മുള്ളാൻ എഴുന്നേറ്റാണെന്നേ. ഈയിടെയായിട്ട് നിനക്ക് മുള്ളൽ ഇത്തിരി കൂടിയിട്ടുണ്ട്. Sua piranha safada, vem fuder, vem fuder, vem fuder, vem fuder. ഓ നിർത്തട്ടെ, എന്റെ ചെവി പൊട്ടി പോകുന്നു. രാവിലെ തന്നെ അവളുമാര് തുടങ്ങി പാട്ടുപാളോ. എന്താ അമ്മ പ്രശ്നം? ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. അവർ എൻജോയ് ചെയ്യുവാണെങ്കിൽ അവർ എൻജോയ് ചെയ്യട്ടെ. രാവിലെ തന്നെ നീ എന്തിനാ അവരുടെ നെഞ്ചത്തോട്ട് ഇങ്ങനെ കയറുന്നേ? നമ്മൾ അവരെ അധികം നിയന്ത്രിക്ക വേണ്ട. നിയന്ത്രിക്കാത്തതിന്റെ എല്ലാം കാണുന്നുണ്ട്. അമ്മ ഇതോടി സർവ്വനേരം കമ്മേ 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 കമ്മേ. എന്താ അമ്മ? എന്താ അവിടെ? വന്നേങ്ങാട്. അമ്മ എന്തിനാ വിളിച്ചേ? നിനക്കൊക്കെ തന്നെയല്ലേ ഇന്ന് ഉച്ചക്ക് ഫ്ലൈറ്റ് ഉള്ളത്? എന്നിട്ട് നീ ഇങ്ങനെ തുള്ളി നടക്കുന്നേ? പോയി റെഡി ആവാൻ നോക്ക്. അല്ല പിന്നെ എത്ര നേരം വെച്ചാൽ മനുഷ്യനെ പറയും. റെഡി ആവാൻ പോവാ. എന്തിന് വഴക്ക് പറയുന്നേ? വഴക്ക് പറയാതെ പിന്നെ നിന്നെ ഞാൻ മടിയിലെത്തി കൊഞ്ചിക്കോ? ഞാൻ പോണു. അല്ല പിന്നെ കിട്ടേണ്ടതെല്ലാം കിട്ടിയില്ലേ? കിട്ടി. എന്നാ വാ പോവാ. എന്താ നമ്മയുടെ പാട്ട് വെച്ച് ബഹളം ഉണ്ടാക്കി അമ്മയുടെ ചെവി അടിച്ചു കളഞ്ഞു എന്ന് അമ്മ പറഞ്ഞു. നിർത്ത്. നിങ്ങൾ പോകാൻ റെഡിയായാ? ഇല്ലല്ല, പോയി റെഡിയാക്ക്. ഞങ്ങൾ റെഡിയാക്കും പോകും. ഒരാൾ ഞങ്ങൾ പോകുമ്പോ കരയാതിരുന്നാ മതി. കരയൊന്ന് ഞാൻ തെക്കോട്ട് നോക്കിയിരുന്നാ മതി. ഇവളെന്തും മനുഷ്യനടി. വീണ്ടും കിട്ടേണ്ടതെല്ലാം കിട്ടിയില്ലേ? അവക്കട. ഞാൻ പോയി റെഡിയാവാൻ പോണം. ഞാൻ കുളിക്കാൻ പോവാ. ഞാനും പോവാ. മുടി അയച്ചില്ല. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഫൗണ്ടേഷൻ. ഓക്കെ, എൻ്റെ എല്ലാം കഴിഞ്ഞു. കുറച്ച് കോമ്പാക്ട് പൗഡർ കൂടി സെറ്റ്.
പപ്പയുടെ മക്കള് അങ്ങ് സുന്ദരികളായല്ലോ. എന്താ പപ്പേ, അധികം അങ്ങ് പുകഴ്ത്തണ്ട, കേസ് കയറും. അയ്യോ അത് മറന്നു. പപ്പേ നേരെ എടുത്തോണ്ടിരിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. പോവാൻ സമയമായല്ലേ? മാം, ഞാനിവിടെ ഇല്ലേ എന്റർടൈൻമെന്റിന്. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ആള് 3 മാസം കഴിയുമ്പോൾ ഇവരുടെ കൂടെ അങ്ങ് പോകില്ലേ? അത് പിന്നെ എനിക്ക് എൻ്റെ ചേച്ചിമാരെ കാണാതിരിക്കാനൊന്നും പറ്റൂല. ഞങ്ങൾ കാണാതിരിക്കാൻ പറ്റില്ലെന്നോ? നേരത്തെ ഞാൻ കരയെന്ന് വെച്ചപ്പോൾ നീ എന്നാടി പറഞ്ഞത് തെക്കോട്ട് നോക്കിയിരിക്കാൻ. ഇപ്പൊ എന്ത് ചെയ്യേ? ഞാനങ്ങനെ പലതും പറയും. അല്ല പിന്നെ വീണ്ടും കിട്ടേണ്ടതെല്ലാം കിട്ടിയില്ലേ? നീ ഇനി വാ തുറക്കരുത്. ഞാൻ വാ തുറക്കും, എനിക്ക് കഴിക്കണ്ടേ. വിളച്ചിലെടുക്കരുത്, മര്യാദക്കലും കൊണ്ടുപോവില്ല, അത്ര തന്നെ. മതി മതി, ബാ ഭക്ഷണം കഴിക്കാം. ഉച്ചക്ക് ഫ്ലൈറ്റിന് പോയാ എല്ലയിൽ എപ്പോ എത്തും? നാളെ രാത്രിയൊക്കെ ആവുമ്പോ ഞങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാത്രി ആവുമ്പോഴത്തേക്കും ഞങ്ങൾ എത്തും. എന്തായാലും എത്തുമ്പോ വിളിക്കാം അമ്മേനെയും പപ്പയും. ഞാനുണ്ട്, എന്നെയും വിളിക്കണം. വിളിക്കണോ വേണ്ടേന്നൊന്ന് ആലോചിക്കട്ടെ. എല്ലായിടത്തില്ലേ? സമയം ഒരുപാടായി, ബാ ഇറങ്ങാം. അമ്മ, ഞങ്ങൾ ഇറങ്ങോ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ഈ സേര എന്തി? ഞാനുണ്ട് ഇവിടെ. ദേ എന്തു പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി? നീ കരഞ്ഞോ? ആര്? ഞാനോ? ഞാൻ കരഞ്ഞൊന്നുമില്ല. ആദ്യം നീ ആ കണ്ണീര് തുറച്ചിട്ട് പറ കരഞ്ഞില്ലെന്ന്. നീ തന്നെയല്ലേ കരയില്ലെന്ന് പറഞ്ഞ, പിന്നെ എന്തിനു കരയുന്നേ? നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, നമ്മൾ അറ്റ്ലീസ്റ്റ് 1 മാസം പോലും മാറി നിന്നിട്ടില്ല. അപ്പൊ പിന്നെ വിഷമം വരാതിരിക്കുവോ? ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നേ. കുഴപ്പമില്ല, സാരമില്ല കേട്ടോ. നിങ്ങ വന്നേ, എനിക്കറിയരുത്. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൊന്ന് പോയി തന്നാ മതി. പോ, അടുത്തത് ശരിയാ. ഞാൻ വിഷമം മാറിയിട്ട് അങ്ങനെ വരാം. വാ നമുക്ക് പോകാം. പോയിട്ടോ. എത്താറായോ പപ്പേ എയർപോർട്ട്? എത്തിയെന്ന് തോന്നണ ചേച്ചി. മക്കളെ ഇറങ്ങിക്കോ. ബൈ പപ്പ. ശരി ശരി. എല്ലാം ചെക്ക് ചെയ്തില്ലേ? ബാ നമുക്ക് ഫ്ലൈറ്റിൽ കയറാം. Attention passengers, this is the final boarding announcement for the flight 2472. All passengers traveling to Los Angeles are requested to proceed immediately to gate 14. Boarding will close into 10 minutes. Thank you. ഞാനാ എഴുന്നേക്ക് വാ. ഈ മന്ത് പെൺകുട്ടികളുടെ എണ്ണം കുറവായിരുന്നു. കുറവല്ല, ഡിലേഡ്. ഇൻജെക്ഷൻ റെസ്പോൺസ് സ്ലോ ആയിരുന്നു. യങ്ങർ സബ്ജക്റ്റിൽ ബോഡി അഡാപ്റ്റേഷൻ ടൈം എടുക്കുന്നുണ്ട്. എന്ത് പറ്റി ലിസ? കുട്ടികളെ സബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നു, ഇപ്പൊ വല്ല സിമ്പതി വന്നോ? സിമ്പതി? അത് എത്രയും വർഷമായിട്ട്. ഡോണ്ട് സ്റ്റാർട്ട് ലിസ. ഞാൻ ജസ്റ്റ് സെയിങ് സിറ്റുവേഷൻ റിസ്കിയാണ്. പോലീസ് ഓർഫനേജ് മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. ആൻഡ് യെറ്റ് നോബഡി സസ്പെക്ട് ദ ഹോസ്പിറ്റൽ. ദാറ്റ്സ് ഫണ്ണി പാർട്ട്. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പുറത്തേക്കുന്നവർക്ക് കേൾക്കാം. ഒരു പെൺകുട്ടി കൊളാപ്സ്ഡ് ആയി ഡ്യൂറിങ് എക്സ്ട്രാക്ഷൻ ഇന്നലെ. ആൻഡ് അതാണ് നിന്റെ മറുപടി? ഷീ വാസ് റീപ്ലേസബിൾ. ന്യൂ ബാച്ചിൽ എത്ര പേര് വന്നു? 6. അറിയോ ഇൻസൈൻ? ലാസ്റ്റ് മന്ത് തന്നെ കോംപ്ലിക്കേഷൻസ്. 6 പേരെ കിട്ടിയത് തന്നെ വലിയ കാര്യം. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സ്ഥലം തകരും. ഗൈസ്, ഇപ്പം അതൊന്നുമല്ല പ്രശ്നം. ഒരു പെൺകുട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. അവളാണെങ്കിൽ അവളുടെ അനിയത്തിയെ ചോദിച്ചുകൊണ്ടിരിക്കുക. അവളെ അങ്ങ് തീർത്തേരെ. പക്ഷെ ആ കുട്ടി ഇപ്പോഴും ഓർഫനേജിലാണ്. അവളെ കൊന്ന ആൾ. അതിനെന്താ? ചിൽഡ്രൻസ് ഡിസപ്പിയർ എവറി ഡേ. ദ വേൾഡ് ഫോർഗെറ്റ് ഫാസ്റ്റ്. നാളെ പുതിയതായിട്ടൊരു ഡോക്ടർ ജോയിൻ ചെയ്യുന്നുണ്ട്.
പേര് സേറാന്ന് അങ്ങനെ എന്തുവാ, ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടിയെ അപ്രൂവ് ചെയ്ത കാര്യം പോലും നമ്മളെ അറിയിച്ചിട്ടില്ല. നമുക്കത് റിജക്റ്റ് ചെയ്യാനും പറ്റില്ല, കാരണം സൂപ്രണ്ട് അത് ഡയറക്റ്റായിട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെയുള്ള പെൺകുട്ടികളെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം അർജൻറ്റായിട്ട്. ഓക്കെ സോ വി വിൽ ഡു ഇറ്റ്. അപ്പാർട്ട്മെന്റ് എന്നൊക്കെ കേട്ടപ്പോൾ ഇത്ര അടിപൊളിയാന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിയാ. ഓഫ്, ഓർത്തിട്ട് പേടിയാവുന്നു. നാളെ ആദ്യമായിട്ട് കമ്പനി കയറാൻ പോകുന്നത്. ഞാനും അതേലോ, ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടല്ലേ നാളെ പോകുന്നേ. അവിടുത്തെ CEO ആരാണാവോ? വല്ല കിളവനായിരിക്കും, ഉറപ്പാണ്. അതെ, വല്ല കിളവനും ആയിരിക്കും. എന്തേ ഒരു ശബ്ദം കേട്ടത്? പണ്ടാരം, നീ എന്നെ കൂടി പേടിപ്പിക്കൂ. നോക്കാ ചേച്ചി.